ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ അടുത്ത ഒരു ശിവഭക്തനെ കുറിച്ചിട്ടാണ് ഇവിടെ നാം കാണാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് തിരുനീലനക്കർ നയനാർ എന്നാണ്. ഇദ്ദേഹം ജീവിച്ചിരുന്നത് കാവേരി നദീതീരത്തുള്ള ഒരു പട്ടണത്തിൽ. ആ പട്ടണത്തിൻ്റെ പേരിതാണ് തിരുച്ചാത്തമംഗൈ. അതാണ് ആ പട്ടണത്തിൻ്റെ പേര്. ചാത്തമംഗൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ശാസ്തമംഗലം. അങ്ങനെ ശാസ്തമംഗലം എന്ന ദേശത്ത് ധർമ്മപരമായ ഒരു ജീവിതം നയിച്ച ശിവഭക്തനായിരുന്നു തിരുനീലനക്കർ. അദ്ദേഹത്തിന് ആ പേര് ജനങ്ങൾ നൽകിയതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇദ്ദേഹം അങ്ങേറ്റം സാത്വികനായിരുന്നു. രാജസ താമസ ഭാവങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല. രാജസം എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം, താമസം എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറം. അങ്ങനെ ചുവപ്പും കറുപ്പും നിറഞ്ഞ ആ നീല നിറം, ആ നീല നിറം ഇല്ലാത്തവൻ, നീലയെ ഉപേക്ഷിച്ചവൻ എന്ന് ജനങ്ങൾ വിളിച്ചു. നീലയെ ഉപേക്ഷിച്ചവനാണ് നീലനക്കർ, നീലനഗ്നൻ. അതാണ് നീലനക്കർ എന്ന രീതിയിൽ ഇദ്ദേഹത്തിന് ജനങ്ങൾ തമിഴിൽ പേര് വിളിക്കാൻ തുടങ്ങിയത്. നീലനക്കർ വലിയ ശിവഭക്തനായിരുന്നു. തൻ്റെ ധനമെല്ലാം തന്നെ ശിവഭക്തിക്ക് വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചിരുന്നു. ശിവയോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ ഇദ്ദേഹം അതീവ താല്പര്യം കാണിച്ചിരുന്നു. അതുപോലെ ശിവഭക്തന്മാർക്ക് അന്നദാനം നൽകുന്നതിലും പിന്നെ ശിവപൂജ ചെയ്യുന്നതിനും ഇദ്ദേഹം വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. മാത്രമല്ല, ഇദ്ദേഹം ഗായത്രി മന്ത്ര സാധകനായിരുന്നു. അങ്ങനെ ഗായത്രി മന്ത്ര ഉപാസനയിലൂടെ 3 മലങ്ങളെയും, അതായത് കായികം, കർമ്മം, മായ എന്നീ 3 മലങ്ങളെയും അദ്ദേഹം ഇല്ലാതാക്കിയിരുന്നു. അങ്ങനെ 3 മലത്രയത്തെയും ഇല്ലാതാക്കിയ ആ ഗായത്രി ഉപാസകൻ അതേപോലെ തന്നെ വാജപേയാദി യജ്ഞങ്ങളും ചെയ്തിരുന്നു. ശിവപ്രീതിക്ക് വേണ്ടി വാജപേയാദി യജ്ഞങ്ങളും ഇദ്ദേഹം അനുഷ്ഠിച്ചിരുന്നു. അങ്ങനെ വളരെ സാത്വികമായ ഒരു ജീവിതമാണ് ഇദ്ദേഹം നയിച്ചിരുന്നത്. ഒരിക്കൽ ഒരു തിരുവാതിര നാളിൽ ഗ്രഹത്തിലെ പൂജയെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം അജവന്തി എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ വിശിഷ്ട പൂജ ചെയ്യാൻ തിരുനീലനക്കർ ആഗ്രഹിച്ചു. അവിടെ ശിവപ്രതിഷ്ഠയാണ്. ആ ശിവനെ പൂജിക്കാൻ വേണ്ടി പൂജാ സാമഗ്രികളോടുകൂടി ആ ക്ഷേത്രത്തിൽ ചെന്നു പൂജ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരു ചിലന്തി ശിവലിംഗത്തിലേക്ക് വീണു. കൂടെയുണ്ടായിരുന്ന ഭാര്യ ഉടനെ തൻ്റെ മകൻ്റെ ശരീരത്തിൽ ചിലന്തി വീണാൽ എന്താണോ ചെയ്യുന്നത് അതുപോലെ ശക്തിയെ ആ ശിവലിംഗത്തെ ഊതി. അതോടെ ആ ചിലന്തി തെറിച്ച് പോവുകയും ചെയ്തു. അപ്പോൾ കഷ്ടകാലത്തിന് ഇവളുടെ ചുണ്ടിൽ നിന്ന് ഉമിനീര് ആ ശിവലിംഗത്തിൽ വീണു. ഇത് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന നീലനക്കർ കാണുന്നു. അദ്ദേഹത്തിന് വല്ലാതെ കോപം വന്നു. സാധാരണ കോപം വരാത്തവർക്ക് ഈ ശിവലിംഗത്തിൽ ഉമിനീര് വന്ന്, ഉച്ഛിഷ്ടമായ ഉമിനീര് വന്ന് വീണ് അത് അസഹ്യമായി അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം കോപിഷ്ഠനായിട്ട് പറഞ്ഞു, ഇനി നീയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് ആ പൂജ കഴിഞ്ഞ് അവിടെ നിന്ന് ഇവളെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട്, ക്ഷേത്രത്തിൽ ഇവളെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. ഇനി നീ എൻ്റെ കൂടെ വരണ്ട, ഇനി നീയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വളരെ ദുഃഖിച്ച വേദനയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് തിരുനീലനക്കരുടെ ഭാര്യ ആ ക്ഷേത്രത്തിൽ ശിവലിംഗത്തിനടുത്ത് തന്നെ
പ്രാർത്ഥിച്ചുകൊണ്ട് ആ രാത്രി കഴിയുകയും ചെയ്തു. അന്ന് രാത്രി വീട്ടിൽ തിരുനീലനക്കർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ശിവൻ്റെ ശരീരത്തിൽ കുറച്ച് ഭാഗങ്ങൾ വ്രണം വന്ന് വല്ലാതെ പഴുത്ത് ചലമൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തിരുനീലനക്കർക്ക് ഭയങ്കര വിഷമം തോന്നി. ആ സമയം ശിവഭഗവാൻ ഇദ്ദേഹത്തോട് പറയുന്നു, എൻ്റെ ശരീരത്തേക്ക് നോക്കൂ, അതിൽ പകുതി ഭാഗം വ്രണമാണ്, മറ്റ് പകുതി ഭാഗത്ത് യാതൊരു അസുഖവുമില്ല. നിൻ്റെ ഭാര്യ ശക്തിയായിട്ട് ഊതിയ ആ സ്ഥലമെല്ലാം എൻ്റെ ശരീരം പരിശുദ്ധമായി ഒരു കേടും കൂടാതിരിക്കുന്നു. മറ്റു ഭാഗങ്ങളിൽ വിഷം നിറഞ്ഞ് വ്രണങ്ങൾ ചലിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നീലനക്കർക്ക് വല്ലാത്ത വിഷമം തോന്നി. താൻ ഭാര്യയോട് കാണിച്ചത് ഒരു വലിയ അനീതിയാണല്ലോ എന്ന് തോന്നി. അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് ചെന്നിട്ട് ഭാര്യയോട് മാപ്പ് പറഞ്ഞ് ഭാര്യയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം അദ്ദേഹത്തിന് ശിവനോടുള്ള ഭക്തി കൂടുതൽ തീക്ഷ്ണമാകുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയം അദ്ദേഹം ചേക്കിഴാർ സ്വാമി ഒരു പ്രത്യേക സന്ദർഭത്തിൽ, അതായത് ഈ ചിലന്തിയെ ഊതി ശിവലിംഗത്തിൽ നിന്ന് തെറിപ്പിച്ച് ഭാര്യയുടെ പരമവിശുദ്ധിയും ആ പരമശിവഭക്തിയും അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും. മാത്രമല്ല ചേക്കിഴാർ സ്വാമി ആ രംഗം വിവരിക്കുന്നുണ്ട്. അതായത് ചിലന്തിയെ ഊതി ദൂരെ മാറ്റിയ ആ സംഭവത്തെക്കുറിച്ചിട്ട് എപ്പോഴും ഈ തിരുനീലനക്കർ ഓർമ്മിക്കും. ആ ഓർമ്മകൾ ചേക്കിഴാർ സ്വാമി വിവരിക്കുന്ന ഇങ്ങനെയാണ്: മിണ്ടേ നെടുഞ്ചടൈ വിമലർമേൽ വിഴந்த നൂർ ചിലമ്പി തന്നൈ വേറൊരു പരിചിനാൽ തവിപ്പത് தவிர முன் அணைந்து வந்திதுவாய் நீர்ப்பட முண்டாய் ഉന്നയാൻ ഇനത്തുറന്തനാൻ ഇങ്കൈ ഇന ഉരൈത്താൻ. ഈ ഭാഗമാണ് ചേക്കിഴാർ, അതായത് ചിലന്തിയെ ഊതിക്കളയുന്ന ആ രംഗം ചേക്കിഴാർ പെരിയ പുരാണത്തിൽ വർണ്ണിക്കുന്ന ഇങ്ങനെയാണ്. ഈ വരികൾ, ഈ ഭാവം, അതായത് ചിലന്തിയെ ഊതി ശിവലിംഗത്തിൽ നിന്ന് തെറിപ്പിക്കുന്ന രംഗം എപ്പോഴും തിരുനീലനക്കരുടെ മനസ്സിൽ കൂടിക്കൊണ്ടിരുന്നു. അതോടുകൂടി ഭാര്യയോട് അദ്ദേഹത്തിന് ശിവഭക്ത എന്ന നിലയിൽ വളരെയേറെ പ്രീതി തോന്നുകയും അവളെ ഭയഭക്തി ബഹുമാനത്തോടെ സ്നേഹിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെ അവരുടെ കുടുംബജീവിതം വളരെ ശ്രേഷ്ഠമായി തീർന്നു. ശിവപൂജ കൊണ്ട് അവർ കൂടുതൽ ആ ഗ്രഹത്തിൽ ശാന്തിയും സമാധാനവുമെല്ലാം വിളയാടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുനീലനക്കർ തിരുஞாന സംബന്ധരുടെ ജീവിത കഥ കേൾക്കുന്നത്. അദ്ദേഹം ബാലയോഗിയാണെന്നും 3-ാമത്തെ വയസ്സിൽ പാർവതീദേവിയിൽ നിന്ന് ജ്ഞാനാമൃതം നുകർന്ന് ജ്ഞാനിയായി മാറിയ മഹായോഗിയാണ് എന്നും ബാലയോഗിയാണ് എന്നും മനസ്സിലാക്കിയ ഈ തിരുനീലനക്കർ ഈ ബാലയോഗിയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയിരുന്നു. അവിടെയൊന്നും കാണാൻ പറ്റില്ല. അവസാനം ഈ ചാത്തമംഗൈ എന്ന ആ ഗ്രാമത്തിലേക്ക് തിരുஞாന സംബന്ധർ വന്നു. അവിടുത്തെ ശിവക്ഷേത്രത്തിൽ തൊഴുവാൻ വേണ്ടി ഭക്തന്മാരോടൊത്ത് വന്നപ്പോൾ തിരുനീലനക്കർ ചെന്ന് കണ്ടു. അതോടെ സംബന്ധരുമായി ആത്മബന്ധം സ്ഥാപിക്കാൻ തിരുനീലനക്കർക്ക് കഴിഞ്ഞു. അദ്ദേഹം വീട്ടിലേക്ക് തിരുஞாന സംബന്ധരെയും ഭക്തരെയും വിളിച്ച് ഭക്ഷണം നൽകുകയും വേണ്ട രീതിയിൽ പൂജിച്ച് ആരാധിക്കുകയും ചെയ്തു. അതോടുകൂടി തിരുനീലനക്കരും അതേപോലെ തന്നെ തിരുஞாന സംബന്ധനും തമ്മിൽ ഗാഢമായൊരു സ്നേഹബന്ധം നിലനിന്നു.
പിന്നീട് തിരുஞാനസംബന്ധർ പോകുന്ന ശിവക്ഷേത്രങ്ങളിലെല്ലാം കൂടെ ഈ തിരുനീലനക്കരും പോകുമായിരുന്നു. അങ്ങനെ അവർ വളരെയേറെ സുഹൃത്ത് ബന്ധം പോലെ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ബന്ധം തന്നെ, പാശബന്ധം തന്നെ തിരുஞാനസംബന്ധരുമായിട്ട് തിരുനീലനക്കർ സ്ഥാപിച്ചിരുന്നു. ആ പാശബന്ധം കാരണമായി തിരുനെല്ലൂരിലെ പ്രസിദ്ധമായ വിവാഹകർമ്മത്തിൽ പങ്കെടുക്കാൻ ஞാനസംബന്ധർ ഇദ്ദേഹത്തെ ക്ഷണിച്ചു. തിരുനീലനക്കരെയും ഭാര്യയും ക്ഷണിച്ചു. അങ്ങനെ പത്നീസഹിതനായി അദ്ദേഹം അവിടെ ചെന്നപ്പോൾ തിരുஞാനസംബന്ധരുടെ നിർദ്ദേശപ്രകാരം ശിവജ്യോതിയിൽ അദ്ദേഹം ലയിച്ചു ചേരുകയാണ് ചെയ്തത്. അങ്ങനെ ശിവപദം പ്രാപിച്ച് ശിവലോകത്തിൽ എത്തിച്ചേരുന്നു. ഇതാണ് തിരുനീലനക്ക നയനാരുടെ കഥ പെരിയ പുരാണത്തിൽ ചേക്കിഴാർ വർണ്ണിക്കുന്നപ്പോൾ വലിയ ഭക്തനാണ് എങ്കിലും ശിവലിംഗത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ്, അതിനെ മലിനമാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഭാര്യയെ ഉപേക്ഷിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം ഭാര്യയെ അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടി? ശിവനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശിവനെ അപമാനിക്കുന്നത് അത്ര പോലും സഹിക്കുമായിരുന്നില്ല. പിന്നെ ശിവൻ നേരിട്ട് വന്നിട്ടാണ് അത് അപമാനമായിരുന്നില്ല, അത് ശിവപൂജയായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, പ്രാകൃത ജനവിഭാഗങ്ങൾ ചെയ്യുന്ന പല പൂജകളും ശിവനെ സ്വീകാര്യമാണ്. പരിഷ്കൃത ജനവിഭാഗങ്ങളായ നമ്മൾ വിചാരിക്കും അത് എത്ര പരിഹാസമാണ്, എത്ര നിന്ദ്യമാണ് എന്ന് നാം കരുതും. പക്ഷേ അവർ ചെയ്യുന്ന പൂജ, അതായത് ഇവിടെ ഭാര്യ സ്വന്തം മകൻ്റെ ശരീരത്തിൽ ഒരു ചിലന്തി വീണാൽ എങ്ങനെയാണോ അതിനെ ഊതിത്തെറിപ്പിക്കുന്നത്, അതേപോലെ ശിവലിംഗത്തിൽ സ്വന്തം മകനെ പോലെ ഊതുകയാണ് ചെയ്തത്. അത് ശരിക്കും ഒരു വലിയ ശിവപൂജയാണ്. മകനോട് ഒരമ്മ കാണിക്കുന്ന അങ്ങേയറ്റത്തെ വാത്സല്യവും സ്നേഹവും തന്നെയാണ് ശിവലിംഗത്തിനോട് ഈ ഭാര്യ കാണിച്ചത്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് തിരുനീലനക്കർക്കില്ലാതെ പോയി. അപ്പോൾ എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ പൂജ ഉന്നതമായ പൂജയാണ്. ആ ഉന്നത പൂജയ്ക്ക് പ്രാകൃതമായ ഈ പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതിനു മുമ്പ് നാം കണ്ണപ്പ നായനാരുടെ കഥ കണ്ടതാണ്. അവിടെ ആ വൈദിക പൂജാരി ഈ കാട്ടാളനെ വിമർശിക്കുന്നുണ്ട്, ഇറച്ചിയൊക്കെ കണ്ട് നിവേദിക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. അത് ശിവൻ എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിൻ്റെ പൂജയേക്കാൾ എനിക്കിഷ്ടം ഈ കാട്ടാളൻ്റെ ഈ പ്രാകൃത പൂജയാണ് എന്ന് പറഞ്ഞ് ആ വൈദിക ബ്രാഹ്മണനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടേതായ പരിഷ്കൃത സമൂഹമെന്ന് പറഞ്ഞ് പലരുടെയും ആ പ്രാകൃത പൂജാവിധികളെ വിമർശിക്കുന്ന ഒട്ടും വിവേകിതയല്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് താനും. ഓരോ ജനവിഭാഗത്തിനും അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും അവരുടേതായ പൂജാ സംവിധാനങ്ങളുണ്ട്. അതിൽ നോക്കേണ്ടത് എന്താണ്? എത്ര പവിത്രമായിട്ടാണോ, എത്ര പരിശുദ്ധമായിട്ടാണോ, എത്ര നിഷ്കളങ്കമായിട്ടാണോ ആ ഭക്ത ഈശ്വരനെ പൂജിക്കുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. ഏത് തരത്തിലുള്ള പൂജ എന്നല്ല, എന്ത് മനോഭാവത്തോടെയാണ് പൂജിക്കുന്നത്, സർവസമർപ്പണത്തോടെയാണ് പൂജിക്കുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. അതാണ് ശ്രേഷ്ഠ പൂജയും. അല്ലാതെ നാം പറയുന്നത് പോലെ ഒരുപാട് ഉന്നത തലത്തിലുള്ള എത്തിച്ചേർന്നവരുടെ വേദജ്ഞാനങ്ങളും അതുപോലെ യജ്ഞങ്ങളും ഒന്നും ഭഗവാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ പറ്റില്ല. പ്രാകൃത ജനങ്ങൾ എത്ര തീവ്രമായ ഭക്തിയോടെയാണോ പൂജിക്കുന്നത് അത് ഭഗവാൻ ഏറ്റുവാങ്ങുക തന്നെ ചെയ്യും. അതിൻ്റെ പിന്നിലെന്താ? നിഷ്കളങ്കമായ ഭക്തി, നിഷ്കളങ്കമായ ഹൃദയം, ആ ഹൃദയ സമർപ്പണം, ആത്മസമർപ്പണം. ആ ആത്മസമർപ്പണത്തോടെ ചെയ്യുന്ന ഏത് പൂജയും ഭഗവാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. അതിന് ഒരു സംശയവും വേണ്ട എന്ന് ഈ കഥ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഓം ശിവായ നമഃ.